ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികലയുടെ വീടിനെതിരെയുള്ള അധിക്ഷേപത്തിൽ പ്രതികരണവുമായി സി.പി.എം സംസ്ഥാന കമ്മിറ്റി അംഗം പി. ജയരാജൻ. വർഗീയ വിഷപ്പാമ്പിന്റെ വായിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടെന്ന് പി. ജയരാജൻ പറഞ്ഞു. വീടിനെതിരായി നടത്തിയത് ജാതിമത അധിക്ഷേപമാണ്. സംഘപരിവാർ പട്ടികജാതിക്കെതിരെ അധിക്ഷേപിക്കുകയാണ്. കെ.പി. ശശികലയ്ക്കെതിരെ പോലീസ് കേസെടുക്കണമെന്നും പി. ജയരാജൻ പറഞ്ഞു. ഹിന്ദുത്വ വർഗീയതയുടെ പ്രതിനിധിയാണ് ശശികല. ആ ഹിന്ദുത്വ വർഗീയതയുടെ ഒരു പ്രത്യേകത, അവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ മനുഷ്യരായി പോലും പരിഗണിക്കുന്നില്ല എന്നതാണ്. അവർ ഉൾക്കൊള്ളുന്ന സനാതന ധർമ്മത്തിൻ്റെ പരിധിക്ക് വെളിയിലാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും പിന്നോക്ക ജാതിക്കാരും. ഇവിടെ പാലക്കാട് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. പാലക്കാടിനൊരു പഴയ ചരിത്രമുണ്ട്. മഹാത്മാഗാന്ധി അയിത്തോച്ചാടന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി വന്നപ്പോൾ പാലക്കാട് നിന്നാണ് സനാതനികളുടെ കരിങ്കൊടി പ്രകടനം നടന്നത്. അന്ന് അയിത്തോച്ചാടന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ പട്ടികജാതിക്കാരാണ് എല്ലാ സ്വീകരണ പരിപാടികളിലും ഒത്തുചേർന്നത്, പിന്നാക്ക ജാതിക്കാർ എന്ന് മാത്രമല്ല ഉന്നത ജാതിയിൽപ്പെട്ട പരിഷ്കർത്താക്കളായിട്ടുള്ള ആളുകളും ഒക്കെ ഗാന്ധിയെ സ്വീകരിക്കാൻ എത്തുചേർന്നപ്പോൾ ഗാന്ധിജിക്കെതിരായിട്ട് കരിങ്കൊടി പ്രകടനം നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് പാലക്കാട്. ആ സനാതനികളെ ഇവിടുത്തെ ജനങ്ങൾ കൈകാര്യം ചെയ്ത വാർത്തയാണ് അക്കാലത്തെ പത്രങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടത്. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതേ പാലക്കാട് വെച്ചിട്ടാണ് ആ സനാതനികളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന സംഘപരിവാറിൻ്റെ പ്രതിനിധി, ഒരു പട്ടികജാതി യുവാവ്, തൻ്റെ പ്രതിഭയുടെ ഭാഗമായി, തൻ്റെ കഴിവ് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആലപിക്കുന്ന സംഗീത പരിപാടിയെപ്പോലും ആക്ഷേപിച്ചത്. ഇവിടെ പട്ടികജാതിക്കാരോട് സംഘപരിവാർ സ്വീകരിക്കുന്ന നിലപാട് കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം കഞ്ചാവ് സൂക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട് സർക്കാർ. അതിൽ ജാമ്യം കിട്ടിയിട്ടുണ്ട്. അതുപയോഗിച്ച വേടൻ തനിക്ക് തെറ്റുപറ്റിയെന്നും ആ തെറ്റ് തിരുത്തി സമൂഹത്തിൽ ലഹരിമുക്ത ജീവിതത്തിലേക്ക് ഞാൻ കടക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവി ആഗ്രഹിക്കുന്ന ഏതൊരാളും അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അതിനെപ്പോലും ആക്ഷേപിക്കുന്ന നിലപാടാണ് ഈ വിശാല ഹിന്ദുവോ ഹിന്ദു ഐക്യമോ ഒക്കെ പറയുന്ന ഈ വിഷജീവികൾ പ്രചരിപ്പിക്കുന്നത്. അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്.